നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള സീറ്റിനായി കോൺഗ്രസിൽ പിടിവലി എന്നുള്ള വാർത്തയുണ്ട്. 1/2 ഡസൻ നേതാക്കൾ ഇപ്പോൾ സീറ്റിന് അവകാശവാദമായി രംഗത്തെത്തിയിരിക്കുന്നു. പഴകുളം മധു, എ സുരേഷ് അടക്കമുള്ള നേതാക്കൾ രംഗത്തുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി, വിജയ് ഇന്ദുചൂടൻ എന്നിവരാണ് നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ള പേരുകൾ. അബിൻ വർക്കിക്കെതിരെ ഇന്ന് രാവിലെ DCC ഓഫീസിന് മുന്നിൽ ചില പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ ആറന്മുളയിൽ അബിൻ വർക്കിയുടെ പേര് കുറച്ചു നേരത്തെ തന്നെ കേൾക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവകാശവാദമായി അവിടുത്തെ തന്നെ പ്രാദേശികമായി ചില മുതിർന്ന നേതാക്കളും രംഗത്ത് വരുന്നു. അതല്ലാതെ ചില പോസ്റ്റർ യുദ്ധവും തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ്. എന്താണ് ഇപ്പോൾ അറിയാനാവുന്നത് റോഷിപാൽ? സ്മൃതി, ആറന്മുള മണ്ഡലത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയുടെ പേരാണ് ഉയർന്നു കേട്ടത്. കോൺഗ്രസ് നേതൃത്വം അത് പല സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാണ് അബിൻ വർക്കിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചനകൾ സജീവമാക്കിയത്. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാധ്യക്ഷനായ വിജയ് ഇന്ദുചൂടന്റെ പേരും പരിഗണനയിലുണ്ടായിരുന്നു. നിലവിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം, അത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഉയർന്ന ജനവികാരം, കടുത്ത പ്രതിഷേധങ്ങൾ, അതൊക്കെ പരിഗണിച്ച് വിജയസാധ്യത കൂടി എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഇതോടുകൂടിയാണ് കൂടുതൽ നേതാക്കൾ ആറന്മുള സീറ്റിന് അവകാശവാദവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഏതാണ്ട് 1/2 ഡസൻ നേതാക്കളാണ്. എല്ലാവരും പത്തനംതിട്ടയിലെ നേതാക്കൾ തന്നെയാണ്. എല്ലാവർക്കും ആറന്മുളയിൽ മത്സരിക്കണം. മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ താല്പര്യം അറിയിച്ച നേതാക്കൾ പോലും ഇപ്പോൾ ആറന്മുള കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അതിൽ ജില്ലാ കോൺഗ്രസിന്റെ ഉപാധ്യക്ഷനായ A സുരേഷ് ഉണ്ട്, KPCC ജനറൽ സെക്രട്ടറിയായ പഴകുളം മധു ഉണ്ട്, ഒപ്പം മുൻ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനുണ്ട് P മോഹൻരാജുണ്ട്, ജില്ലാ പഞ്ചായത്ത് അംഗമായ അനീഷ് വരിക്കണ്ണാമല തുടങ്ങിയ നേതാക്കളൊക്കെ അവർ നോട്ടമിട്ടിരിക്കുന്ന മണ്ഡലമായി ആറന്മുള മാറി. കാരണം വീണ ജോർജിനെ ഈ തവണ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇങ്ങനെ നേതാക്കൾ കൂടുതലായും അവകാശവാദവുമായി രംഗത്തെത്താൻ കാരണം. അതിനിടയിലാണ് ഇപ്പോൾ അബിൻ വർക്കിക്കെതിരെ ഒളിയുദ്ധം തുടങ്ങിയിരിക്കുന്നത്. അബിൻ വർക്കിക്ക് എതിരെ കോൺഗ്രസിന്റെ ചില വിമത നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ആറന്മുള മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് അബിൻ വർക്കി വേണ്ട ആറന്മുളയ്ക്ക് എന്ന പ്രിന്റ് ചെയ്ത പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് ജില്ലാ കോൺഗ്രസ് നേതൃത്വം അന്വേഷിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കുന്നത്. കാരണം അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയാണ്. അബിൻ വർക്കിക്ക് വിജയസാധ്യതയുള്ള ഒരു സീറ്റ് നൽകണമെന്ന നിർദ്ദേശമായിരുന്നു ആദ്യം. പക്ഷേ ആറന്മുളയിൽ കടുത്ത മത്സരം കാഴ്ചവെക്കാനുള്ള ഒരു നിർദ്ദേശം മുതിർന്ന നേതാക്കൾ നൽകിയതോടെയാണ് അബിൻ വർക്കി അവിടെ കേന്ദ്രീകരിക്കാനുള്ള ആലോചന നടത്തിയത്. അതിനിടയിലാണ് ഇങ്ങനെ പോസ്റ്റർ യുദ്ധവും തുടങ്ങിയിരിക്കുന്നത്. ശരി, ആറന്മുളയ്ക്കായി പിടിവലി എന്നുള്ള വിവരങ്ങളാണ് കോൺഗ്രസിൽ നിന്നിപ്പോൾ നമുക്ക് കേൾക്കുന്ന. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.